എല്ലായ്പ്പോഴും ദുരിതവും ദുഃഖവും മാത്രം നൽകുന്നതാണോ വേനൽ? ഈ കവിത വായിക്കൂ. വേനൽ. മഴയുടെ തേങ്ങലു മാറ്റാനങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട്. ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട്. മഴയുടെ തേങ്ങലു മാറ്റാനങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട്. ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട്. വീടും വീടിനകവും എല്ലാം വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട്. രാവിലെയായാൽ തൊടി നിറയുമ്പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട്. വീടും വീടിനകവും എല്ലാം വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട്. രാവിലെയായാൽ തൊടി നിറയുമ്പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട്. ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിനവിടൊരു കുളിയുണ്ട്. ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിനൊരോട്ടക്കണ്ണുണ്ട്. ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിനവിടൊരു കുളിയുണ്ട്. ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിനൊരോട്ടക്കണ്ണുണ്ട്. വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട്. കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട്. വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട്. കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട്. എ ജയകൃഷ്ണന്റെ സ്വകാര്യം എന്ന കൃതിയിൽ നിന്നും എടുത്ത കവിത. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കവിതയിലെ വെയിൽ ആരെപ്പോലെ എന്നാണ് തോന്നിയത്? കവിതയിലെ വെയിൽ കുട്ടിയെപ്പോലെയാണ് തോന്നിയത്. ടീച്ചർ ചൊല്ലിത്തന്ന വികൃതി മഴ എന്ന കവിതയിലെ മഴയുടെ വികൃതികൾ ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ട്? കവിതയൊന്ന് കേട്ടു നോക്കൂ. വികൃതി മഴ. തേരാപ്പാര നടക്കുന്നു മഴ, തോന്നിയ പോലെ പെയ്യുന്നു മഴ. കുന്നും മലയും കയറുന്നു മഴ, അവിടെ നൃത്തം വയ്ക്കുന്നു മഴ. വേലിക്കമ്പു വളയ്ക്കുന്നു മഴ, പാടവരമ്പത്താടുന്നു മഴ. മേഞ്ഞു നടക്കുന്നോരെയെല്ലാം ആട്ടിക്കൊണ്ടുവരുന്നുണ്ടീ മഴ. ഒറ്റക്കാലിൽ വീഴുന്നു മഴ, ഇത്തിരി വട്ടം ചുറ്റുന്നു മഴ. കാറ്റിനൊപ്പം കൂടുന്നു മഴ, കാട്ടാളത്തം കാട്ടുന്നു മഴ. ഊണുമുറക്കവുമില്ലാത്തൊരു മഴ, നൃത്താതൊറ്റത്താളത്തിൽ മഴ. രാവിൽ പെയ്തു തിമിർക്കുന്നു മഴ, രാവു പുലർന്നു വരുമ്പോഴും മഴ. ആരുടെ വാക്കും കേൾക്കാത്തൊരു മഴ, മുറ്റത്താകെ നനഞ്ഞിട്ടീ മഴ. വേണ്ട വാശി പിടിപ്പിക്കേണ്ട, പെയ്തു മടുത്താൽ തോർന്നിടും മഴ. കവിതയിലെ മഴയുടെ വികൃതികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? അതിൻ്റെ കാരണം കൂടി എഴുതുക. മഴ എപ്പോഴും വികൃതി കാണിക്കുന്നു. എവിടെയെന്നോ എപ്പോഴെന്നോ ഇല്ലാതെ മഴ തകർക്കുന്നു. ആര് പറഞ്ഞാലും മഴ കേൾക്കാറില്ല. അതുകൊണ്ട് മഴയുടെ വികൃതികൾ എനിക്കിഷ്ടമല്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം എഴുതി കാരണം കൂടി എഴുതുക. അടുത്ത പ്രവർത്തനം വേനൽ ചിത്രങ്ങൾ വരച്ച് പ്രദർശനം നടത്തൂ എന്നുള്ളതാണ്. വേനലുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരച്ച് പ്രദർശനം നടത്തുക. ഉദാഹരണമായി കൊച്ചു കൂട്ടുകാർ വരച്ച കുറച്ച് ചിത്രങ്ങൾ നൽകുന്നു.